ഹലോ, വെൽക്കം ടു സൺസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ പൊടിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും 1 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഈ അരപ്പ് പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെറിയ ചൂടോടെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. കയ്യിൽ ഒരല്പം എണ്ണ ഒന്ന് പുരട്ടിയാൽ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഉരുളകളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ചെറിയുള്ളിയും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയം കറിയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്തിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി താളിച്ചിടാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഉള്ളി താളിച്ചെടുക്കാം. നെയ്യിൽ ഉള്ളി താളിച്ച് ചേർക്കുന്നത് കുഞ്ഞിപ്പത്തിരിക്ക് നല്ലൊരു രുചി നൽകും. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.